പ്രിയ സുഹൃത്തുക്കളെ, JP എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനം PSCക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചെറുതും വലുതുമായ സമരങ്ങൾ നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമരങ്ങൾക്ക് വളരെ കാലത്തെ പഴക്കമുണ്ട്. പക്ഷേ ഈ സമരങ്ങളെ വേണ്ടവിധം അംഗീകരിക്കാനോ അതിനെ ചർച്ചയ്ക്കെടുക്കാനോ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും മുഖ്യധാര മാധ്യമങ്ങളും തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നുള്ള വ്യക്തം നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമാണ്. ഇവിടെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ നിയമനം അത് 57-ലെ ഗവൺമെൻറ് കാലത്താണ് അത് സംബന്ധിച്ചൊരു ബില്ല് നിയമം പാസ്സാകുന്നത്. 57-ലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നമുക്കറിയാം, കേരളത്തിൽ ആദ്യമായി ഉണ്ടായ ലോകത്താദ്യമായി ജനാധിപത്യത്തിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെൻറ് അധികാരത്തിൽ വന്നാണ് 57-ലെ ഗവൺമെൻറ്. ആ ഗവൺമെൻറ് ഒരുപാട് നിയമങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഭാഗ്യം കിട്ടിയ ഗവൺമെൻറ്റാണ്. പക്ഷേ ആ ഗവൺമെൻറ് ഉണ്ടായൊരു പ്രശ്നം, ആ ഗവൺമെൻറ്റിനെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി പ്രവർത്തിച്ചത്, വിയർപ്പൊഴുക്കിയത്, ചോരയൊഴുക്കിയത് മുഴുവൻ ഇവിടുത്തെ സംവരണ സമുദായങ്ങൾ ഈഴവരും മുതൽ താഴേക്കുള്ളവരായിരുന്നു. എന്നാൽ ആ ഗവൺമെൻറ് തലപ്പത്തെത്തിയവരാകട്ടെ ഇവിടുത്തെ സവർണ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അപ്പോൾ ആ സവർണ വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം തന്നെ അവരുടെ ഓരോ നിയമനിർമ്മാണം നടത്തുമ്പോഴും അവരുടെ ആ സവർണ താല്പര്യം സംരക്ഷിക്കാൻ അവർ വ്യക്തമായി ശ്രമിക്കുകയും അതിലവർ മുന്നോട്ട് പോവുകയും ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഗവൺമെൻറ് പാസ്സാക്കിയ കേരള എഡ്യൂക്കേഷൻ റൂള്, കേരള ഭൂപരിഷ്കരണ നിയമം, KSR കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂള് ഇതിലൊക്കെ തന്നെ ആ സവർണപക്ഷ സമീപനങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും അതിനകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് തന്നെ ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്, ഈ എഡ്യൂക്കേഷൻ റൂളിൽ സംഭവിച്ചിട്ടുണ്ട്. അതിനകത്ത് ആ നിയമങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന കുറച്ചുകൂടി പുരോഗമന സ്വഭാവമുള്ള നിയമമായിരുന്നു മുണ്ടശ്ശേരി മാസ്റ്റർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ല്. മുണ്ടശ്ശേരി മാസ്റ്റർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ലിൻ്റെ 11-ാം വകുപ്പ് അനുസരിച്ച് എവിടെയൊക്കെ എവിടെയൊക്കെ ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നു അവിടെയെല്ലാം നിയമനാധികാരം ഗവൺമെൻറ്റാണെന്ന് വളരെ വ്യക്തമായിട്ട് ആ നിയമത്തിൽ പറയുന്നുണ്ട്. ആ വകുപ്പ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിമോചന സമരത്തിൻ്റെ പ്രധാനമായ പ്രേരക ഘടകമായി മാറുന്നത്. അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം ശക്തമായി കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ആ ഒരു കാലഘട്ടത്തിൽ 59 കാലഘട്ടങ്ങളിൽ കേരളം സന്ദർശിക്കുന്ന ജവഹർലാൽ നെഹ്റു കേരള ഗവൺമെൻറ് പ്രതിനിധികളുമായി ചർച്ച നടത്തിയപ്പോൾ അവരോട് ആവശ്യപ്പെട്ടത് ഈ വിദ്യാഭ്യാസ ബില്ലിൻ്റെ 11-ാം വകുപ്പ് പിൻവലിക്കണമെന്നാണ്. അവിടെ EMSൻ്റെ ഗവൺമെൻറ് ആ നെഹ്റുവിൻ്റെ ആവശ്യം സമ്മതിച്ചുകൊണ്ട് ആ 11-ാം വകുപ്പ് പിൻവലിക്കാൻ തയ്യാറായി. എന്നിട്ടും അവർ വിമോചന സമരം നടത്തുകയും ഗവൺമെൻറ് അട്ടിമറിക്കുകയും ചെയ്തു. ആ അട്ടിമറിച്ച പ്രക്രിയയ്ക്ക് ശേഷം 1960 പട്ടം താണ്ടുള്ള മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ആ 11-ാം വകുപ്പ് ഭേദഗതി ചെയ്തുകൊണ്ട് ഒരു ഭേദഗതി കൊണ്ടുവന്നു. ആ ഭേദഗതി അനുസരിച്ച് 11-ാം വകുപ്പ് അനുസരിച്ച് എവിടെ ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്ന മേഖലയാണെങ്കിലും ആ മേഖലയിൽ നിയമനം നടത്താനുള്ള അധികാരം മാനേജ്മെൻറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ 11-ാം വകുപ്പിൻ്റെ ഭേദഗതി കൊണ്ടുവന്നത്. ആ ഭേദഗതിക്കെതിരെ കേസുണ്ടായി. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഹൈക്കോടതിയും എല്ലാം ആ കേസിൽ ഇടപെട്ടുകൊണ്ട് ആ ഭേദഗതി തെറ്റാണ് എന്ന് വ്യക്തമായി പറഞ്ഞു. ആ ഭേദഗതി പരിപൂർണമായി തള്ളിക്കളഞ്ഞു. അങ്ങനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ കേരള എഡ്യൂക്കേഷൻ റൂളിൻ്റെ 11-ാം വകുപ്പ് പിന്നെ നിലനിൽക്കുകയാണ്. പിന്നീടുള്ള വളരെ വർഷങ്ങൾ അത് സംബന്ധിച്ച് യാതൊരു കേസ് നിലനിൽക്കുന്നുണ്ടായിരുന്നില്ല. ആ 11-ാം വകുപ്പിൻ്റെ മേലിലുള്ള എല്ലാ തടസ്സങ്ങളും കോടതി നീക്കി അത് നടപ്പിലാക്കാൻ ഗവൺമെൻറ് പരിപൂർണമായ അവസരം ഉണ്ടായി. ഈ കാലഘട്ടങ്ങളിൽ രണ്ട് മുന്നണിയും മാറി മാറി വന്നു. ഈ പല മുന്നണികളും മുന്നണി പലതവണ വന്നു. പക്ഷെ അവരാരും ആ 11-ാം വകുപ്പിനെ സ്പർശിക്കുവാൻ തയ്യാറായില്ല. അവർക്ക് ആ 11-ാം വകുപ്പ് അനുസരിച്ച് നിയമനം നടത്താനുള്ള മാനേജ്മെൻറ്റ് അധികാരം അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോയി. അതനുസരിച്ച് മാനേജ്മെൻറ്റുകൾ വളരെ തെറ്റായ രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ യാതൊരു മാനദണ്ഡവും നോക്കാതെ, യാതൊരു യോഗ്യതയും നോക്കാതെ അവർക്ക് ഇഷ്ടമുള്ള പണം കൊടുക്കുന്നവരെ മാത്രം അവർ കൊണ്ടുവന്നിട്ട് അവിടെ നിയമനം നടത്തി അവരവിടെ വേക്കൻസി എല്ലാം ഫില്ല് ചെയ്തു. അങ്ങനെ വേക്കൻസി എല്ലാം ഫില്ല് ചെയ്തുകൊണ്ട് അധികം വരുന്ന അധ്യാപകരെ ഇവിടെ അധ്യാപക ബാങ്കായി വെക്കാനും അവരെ മറ്റു മേഖലയിലേക്ക് പുനർവിന്യസിക്കാനുമാണ് ഇവിടെ ഗവൺമെൻറ് തയ്യാറായത്. എന്ന് പറഞ്ഞാൽ ഈ മാനേജ്മെൻറ്റുകൾ കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങിക്കൊണ്ട് നിയമിക്കുന്നവനെ നിലനിർത്താനുള്ള ബാധ്യത ഗവൺമെൻറ് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ഗവൺമെൻറ് അവരെ നിലനിർത്തുമെന്നുള്ള ആ ഒരു ആകർഷകമായ വ്യവസ്ഥ കാണിച്ചുകൊണ്ട് മാനേജ്മെൻറ്റ് നാളെയും കോഴ വാങ്ങാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുക്കുക. അത്തരമൊരു സാഹചര്യം ഇവിടെ ഗവൺമെൻറ് വ്യക്തമായി മാനേജ്മെൻറ്റ് ഉണ്ടാക്കിക്കൊടുത്തു. എന്ന് മാത്രമല്ല, ഇന്ന് അവിടെ ഇപ്പോഴത്തെ അവസ്ഥ നടക്കുന്ന സാധനം വെച്ചാൽ ഇവിടെ കുട്ടികളുടെ എണ്ണം കൂട്ടിക്കാണിച്ചുകൊണ്ട് കൂടുതൽ ഡിവിഷൻ ഉണ്ടാക്കാൻ മാനേജ്മെൻറ്റ് എയ്ഡഡ് സ്കൂളിൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുട്ടികളുടെ എണ്ണം കൂട്ടിക്കാണിച്ചുകൊണ്ട് അവിടെ കൂടുതൽ ഡിവിഷൻ ഉണ്ടാക്കുമ്പോൾ ഒരു അധ്യാപക നിയമനവും അധ്യാപക ഇതര മേഖലയിലുമൊക്കെ അവർക്ക് കൂടുതൽ നിയമനം നടത്താൻ അവസരം ഉണ്ടാവും. ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കോഴ വാങ്ങിക്കാൻ കഴിയും. അതുപോലെ തന്നെ ആ മേഖലയിലേക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ വേണ്ടി കൂടുതൽ കുട്ടികളുടെ എണ്ണം കാണിക്കുമ്പോൾ കൂടുതൽ ഭക്ഷ്യധാന്യങ്ങളും അരിയും പയറുവർഗ്ഗങ്ങളും ആ സ്കൂളിലേക്ക് കിട്ടും. അപ്പോൾ ഈ പയറുവർഗ്ഗങ്ങളും അധികമായി വരുന്ന അരിയും പയറുവർഗ്ഗങ്ങളും ആ സ്കൂളിൽ നിന്നും മറ്റു മേഖലയിലേക്ക് അവരുടെ മറ്റ് സ്ഥാപനങ്ങളിലേക്കൊക്കെയായി ഫാമുകളിലേക്കൊക്കെയായി അത് കടത്തിക്കൊണ്ടിരിക്കുക. അവിടെയും അവർ വലിയ ഒരു വഞ്ചന, വലിയൊരു ചതിവ്, ഒരു അഴിമതി നടത്തിക്കൊണ്ടിരിക്കുക. ഇതൊന്നും അറിയാത്തവരല്ല ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ.
അവരിതെല്ലാം അറിഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുക. കാരണം ഈ പറഞ്ഞ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇവരെല്ലാമായി ഒരു രഹസ്യ ധാരണയുണ്ട്. ആ രഹസ്യ ധാരണയിലൂടെയാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടത്. ആ ഒരു നിശബ്ദ ഗൂഢാലോചന കേരളത്തിൽ സജീവമായി നിലനിൽക്കുക. അപ്പോൾ ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ മുന്നോക്ക വിഭാഗത്തെ, NSSനെ, മറ്റു മുന്നോക്ക ക്രൈസ്തവരെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പരസ്പരം മത്സരിക്കുക. അതിലാരാണ് മുന്നിൽ എന്നതിനെക്കുറിച്ചാണ് തർക്കം നിൽക്കുന്നത്. അവിടെ മുന്നിൽ വരാൻ വേണ്ടി ഓരോരുത്തരും മത്സരിക്കുക. ഇതേ വികാരത്തോട് കൂടി ഇവർ ദളിതരുടെ പ്രശ്നങ്ങളെ ചവിട്ടി വിധിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ രംഗത്തെല്ലാം അവർ ഈ മാനേജ്മെൻറ്റുകൾക്ക് യഥേഷ്ട നിയമനം നടത്തുവാനും അവിടെ യഥേഷ്ടം കൊള്ള നടത്തുവാനുമുള്ള അവസരം ഉണ്ടാക്കിക്കൊടുത്തുകൊണ്ട് കഴിഞ്ഞ 60-70 വർഷക്കാലമായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ മുഴുവൻ ഈ മാനേജ്മെൻറ്റുകൾ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു, ഈ രാഷ്ട്രീയ പാർട്ടിയെ കൂട്ടുന്നുകൊണ്ടിരിക്കുക. ഇവിടെ വളരെ ശ്രദ്ധേയമായ മറ്റൊരു പ്രശ്നമുണ്ട്. ഇവിടെ സാമ്പത്തിക സമ്മേളനം വളരെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അത് സംബന്ധിച്ച് ബില്ല് പാസ്സാക്കി കഴിഞ്ഞു. ആ സാമ്പത്തിക സമ്മേളനത്തിന് വേണ്ടി ശക്തമായ വാദമുഖം ഉന്നയിക്കുന്ന സംഘടനകളൊന്നാണ് NSS, അതുപോലെ ഒന്നാണ് മുന്നോക്ക ക്രൈസ്തവർ. അപ്പോൾ ഇവരൊക്കെയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവന് വലിയ അവശതയുണ്ട്, വലിയ പ്രശ്നങ്ങളെടുത്ത് പരിഹരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം, അവർക്ക് സംവരണം കൊടുക്കണമെന്ന് പറയുന്നു. എന്നാൽ ഈ NSSൽപ്പെട്ട ആളുകളോ മുന്നോക്ക ക്രൈസ്തവരിൽപ്പെട്ടവരിലോ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ഇവരുടെ എയ്ഡഡ് സ്കൂളുകളിലെ നിയമനങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ അവരെ ആരും അവർ പരിഗണിക്കാൻ തയ്യാറല്ല. അവിടെ അവർ പറയുന്ന സാമ്പത്തികം ആദ്യം കൊണ്ടു കൊടുക്കാൻ ആരും തയ്യാറാകുന്നോ അവരെ മാത്രമാണ് പരിഗണിക്കുന്നത്. ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ സമയം കൊടുക്കാൻ പോലും അവർ തയ്യാറല്ല. ആദ്യം പണം കൊണ്ടുവരുന്നൊരു സംവരണം കൊടുക്കുക. അപ്പോൾ അവിടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കക്കാരനെ സംരക്ഷിക്കാൻ ഇവർക്കാർക്കും ബാധ്യതയില്ല. സംഘടനകൾക്ക് NSS ബാധ്യതയില്ല, മുന്നോക്ക ക്രൈസ്തവ സഭയ്ക്ക് ബാധ്യതയില്ല. ആ ബാധ്യത മുഴുവൻ ഉള്ളത് ഇവിടുത്തെ ഗവൺമെൻറ്റാണെന്ന രീതിയിൽ അവർ തള്ളിവിടുകയാണ്. അതുപോലെ മുന്നോക്ക ക്രൈസ്തവരെ സംബന്ധിച്ച് ഇവിടെ ഇന്ത്യയുടെ 2ാം വട്ടമേശ സമ്മേളനത്തിൽ ബാബാ സാഹിബ് അംബേദ്കർ രാജ്യത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ കൂടി ജാതിയുടെ പിന്നോക്കം നിൽക്കുന്ന ജാതികളുടെ പട്ടിക തയ്യാറാക്കിക്കൊണ്ട് അവർക്ക് പ്രത്യേകമായ പരിരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആ വട്ടമേശ സമ്മേളനത്തിൽ ശക്തമായ വാദമുഖം ഉന്നയിച്ചു. ആ വാദമുഖത്തിൻ്റെ പോരാട്ടത്തിൻ്റെ തുടക്കമാണ് സംവരണം അടക്കമുള്ള അവകാശങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അത്തരത്തിൽ ശക്തമായ വാദമുഖം അദ്ദേഹം ഉന്നയിക്കുമ്പോൾ അന്ന് ക്രൈസ്തവ സഭയുടെ പ്രതിനിധിയായി ഒരു പന്നീർസെൽവം ആ വട്ടമേശ സമ്മേളനത്തിലുണ്ടായിരുന്നു. ആ പന്നീർസെൽവം അന്ന് പറഞ്ഞത്, ഞങ്ങൾക്കിടയിൽ ജാതിയില്ല, ഞങ്ങളെല്ലാം ആദ്യ പിതാവായ ആദത്തിൻ്റെയും ഹവ്വയുടെയും മക്കളാണ്, ഞങ്ങൾക്ക് ജാതി വിവേചനമില്ല. ഇനി ജാതി വിവേചനം ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആർക്കെങ്കിലും പിന്നോക്കാവസ്ഥ ഞങ്ങളൊപ്പം കൂടിയവർക്കുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം സഭ ഏറ്റെടുക്കുന്നു. പകരമായി സഭയ്ക്ക് പ്രത്യേകമായ സ്കൂളുകൾ സ്ഥാപിക്കാനും സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും അതിനുള്ള ഫണ്ട് സമാഹരിക്കാനൊക്കെയുള്ള പ്രത്യേക അവകാശങ്ങൾ വേണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പ്രത്യേക അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ടാണ് ക്രൈസ്തവ സഭ ഈ വിദ്യാലയങ്ങളൊക്കെ സ്ഥാപിക്കുന്നതും ആ രംഗത്ത് ഒരുപാട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ അവകാശങ്ങൾക്ക് വേണ്ടി ക്രൈസ്തവ സഭ ബലി കൊടുത്തത് ഇവിടുത്തെ ദളിത് ക്രൈസ്തവരുടെ പ്രാഥമികമായ അവരുടെ അവകാശങ്ങളാണ്. അങ്ങനെ ദളിത് ക്രൈസ്തവൻ്റെ അവകാശങ്ങൾ ബലി കൊടുത്തുകൊണ്ട് ക്രൈസ്തവ സഭ ആർജിച്ചെടുത്ത് ഈ അവകാശം ഉപയോഗിച്ചുകൊണ്ട് അവർ കെട്ടിപ്പൊക്കിയ സ്ഥാപനങ്ങളിൽ ദളിത് ക്രൈസ്തവർക്ക് എത്ര പങ്കാളിത്തം കൊടുത്തു എന്ന് പറയാൻ അവർക്ക് ബാധ്യതയുണ്ട്. അവിടെ ഒന്നും ഒരു ദളിത് ക്രൈസ്തവരെ നാമമാത്രമായി പോലും പരിഗണിച്ചിട്ടില്ല. അവിടെയൊക്കെ ദളിത് ക്രൈസ്തവരെ മാറ്റിയതുകൊണ്ട് ആ നിയമനങ്ങളൊക്കെ അവർ മുന്നോക്ക ക്രൈസ്തവർക്ക് മാത്രമായി കൊടുക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരേ സമയം ഗവൺമെൻറ്റെയും പൊതുസമൂഹത്തെയും വഞ്ചിക്കുന്നതോടൊപ്പം തന്നെ വിശ്വാസികളായ തങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുകളെയും കൂടി ക്രൈസ്തവ സഭ വഞ്ചിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്താ ഒരു വളരെ വാചകമായി സാമ്പത്തിക സംവരണത്തിന് വേണ്ടി സംസാരിക്കുകയാണ്. സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന ആ ഒരു വചനത്തിൻ്റെ ആ സമ്മേളനത്തെ തന്നെ വളരെ തെറ്റായ ആ സാമ്പത്തിക സംവരണം എന്ന അവരുടെ സങ്കുചിതമായ ആവശ്യം നടപ്പിലാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അവരുടെ പിടിവാശി നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി അവർ സംവരണം എന്ന ആ ഒരു പ്രക്രിയയെ തന്നെ വളരെ തെറ്റായി വ്യാഖ്യാനിക്കുക. സംവരണം എന്ന് പറഞ്ഞൊരു തൊഴിൽദാന പദ്ധതിയല്ല, ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയല്ല. ആർക്കും തൊഴിൽ കൊടുക്കാൻ വേണ്ടിയല്ല സംവരണം കൊണ്ടുവന്നിരിക്കുന്നത്. ആ സംവരണം കൊണ്ടുവന്നാൽ ഇവിടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും അധികാരം പങ്കുവെക്കുന്ന മേഖലയിൽ, വിഭവങ്ങൾ പങ്കുവെക്കുന്ന നിലയിൽ, അവസരങ്ങൾ പങ്കുവെക്കുന്ന മേഖലയിൽ ഇടം കിട്ടാൻ ഇടയില്ലാത്ത സാമൂഹ്യ ഘടകങ്ങൾക്ക് അവർക്ക് കിട്ടാനുള്ള ആ പങ്ക് ഉറപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവിടെ സംവരണം കൊണ്ട് മറ്റു വിഭാഗങ്ങൾക്ക് ഒരു നഷ്ടവും സംഭവിക്കില്ല. ഇവിടെ പട്ടികജാതിക്കാർക്ക് എത്ര പെർസെൻറ്റേജ് സംവരണം ചെയ്യുന്നുവെങ്കിൽ അത് ആ ഒരു മേഖലയിൽ ഇപ്പോൾ ഒരു സബ് ഇൻസ്പെക്ടറുടെ നിയമനം ഉണ്ടാകുന്നു, അവിടെ പട്ടികജാതിക്കാരന് സംവരണം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ആ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്നും പട്ടികജാതിക്കാരായി SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് അർഹതപ്പെട്ട പങ്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ട്, ആ ഒരു പെർസെൻറ്റേജ് ഉറപ്പുവരുത്തുക മാത്രമാണ് സംവരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും അത് മുന്നോക്കക്കാരൻ്റെ പങ്കെടുത്ത് കൊടുക്കുകയല്ല, ഇവിടുത്തെ മറ്റേതെങ്കിലും വിഭാഗത്തിന് പങ്കെടുത്ത് കൊടുക്കുകയല്ല. അതുകൊണ്ട് ആർക്കെങ്കിലും സംവരണം കൊടുത്തതിൻ്റെ പേരിൽ മറ്റു വിഭാഗങ്ങൾക്ക് ഒരു നഷ്ടം ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷെ അതിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മുന്നോക്ക വിഭാഗക്കാരന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതിൻ്റെ കാരണം സംവരണമുള്ളത് കൊണ്ടാണ് എന്നവർ പ്രചരിപ്പിക്കുക. വളരെ തെറ്റായൊരു വാദമുഖം അവർ പ്രചരിപ്പിക്കുകയാണ്. അത്തരം ഒരു വാദമുഖം അവർ പ്രചരിപ്പിക്കുമ്പോൾ അതൊക്കെ യാഥാർത്ഥ്യം അറിയുന്നവരാണ് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ. ആ രാഷ്ട്രീയ പാർട്ടി നിജസ്ഥിതി പറയാൻ അവർക്ക് ബാധ്യതയുണ്ട്. അവരുടെ മൗനം പാലിക്കുകയും ഇവർക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്.
അപ്പം മുന്നോക്കുകാരനെ സംബന്ധിച്ച് അവരാരും ജാതിയുടെ പേരിൽ എവിടെയും അവർ മാറ്റി നിർത്തപ്പെടുന്നില്ല. ജാതിയുടെ പേരിൽ എവിടെയും ഒരു ചൂഷണം അനുഭവിക്കുന്നില്ല, എവിടെയും പാർശ്വവൽക്കരിക്കപ്പെടുന്നില്ല. അവിടെയൊക്കെ തന്നെ ഗ്രാമീണ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അവരെത്ര സാമ്പത്തികമായി പരിമിതമായ അവസ്ഥയിൽ ജീവിച്ചാലും ആ ജാതി കൊടുക്കുന്ന ഉയർന്ന പദവി അവർക്ക് ആ സമൂഹത്തിൽ ലഭിക്കുന്നുണ്ട്, ആ മാന്യത അവർക്ക് ലഭിക്കുന്നുണ്ട്. അവർ ബന്ധപ്പെടുന്ന ഇടങ്ങളിൽ, കടകളിൽ, മറ്റു വ്യാപാര സ്ഥാപനങ്ങളിൽ, അവർ ബന്ധപ്പെടുന്ന സാമൂഹിക ഇല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന തൊഴിലിടങ്ങളിൽ ഒക്കെ ആ ഉയർന്ന ജാതിക്കാരെന്ന പരിഗണനയും പരിരക്ഷയും ബഹുമാനവും അവർക്ക് ലഭിക്കുന്നുണ്ട്. അവർക്ക് പിന്നെ ഉള്ള പരിമിതി എന്ന് പറയുന്ന സാമ്പത്തിക പരിമിതി അവരുടെ ഒരു വിഭാഗത്തിനുണ്ട്. ആ യാഥാർത്ഥ്യം ഞങ്ങൾ മറച്ചു വെക്കുന്നു, ഞങ്ങളും കണ്ടു നടിക്കുന്നില്ല. അങ്ങനെ മുന്നോക്ക വിഭാഗത്തിൽ ഒരു കുറേ ആളുകൾക്ക് സാമ്പത്തികമായ പരിമിതിയുണ്ട്. അത് പരിഹരിക്കാൻ ഗവൺമെൻറ് നടപടി സ്വീകരിക്കണം. അതിന് മുന്നോക്ക വിഭാഗ കോർപ്പറേഷനുണ്ട്. ആ കോർപ്പറേഷൻ ഗ്രാൻറ്റുകൾ കൊടുക്കാം, അവർക്ക് വ്യവസ്ഥ ഇളവിതുകൊണ്ട് ലോണുകൾ കൊടുക്കാം. അങ്ങനെ മറ്റു പലതരത്തിൽ കൊടുത്തുകൊണ്ട് അവരുടെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാം. അതിന് ഈ നിൽക്കുന്ന സംവിധാനം ഒന്നും പര്യാപ്തമല്ലെങ്കിൽ പുതിയ സംവിധാനം കണ്ടെത്തിക്കൊണ്ട് കൊടുക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. ഗവൺമെൻറ് അത് ചെയ്യണം. അതിനൊന്നും ആരും ഈ രാജ്യത്തെതിരല്ല. പക്ഷേ അത് ആ മുന്നോക്ക വിഭാഗത്തിൻ്റെ ആ സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഹരിക്കപ്പെടണമെങ്കിൽ പട്ടികജാതിക്കാർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ദളിതർക്ക് കൊടുക്കുന്ന ആ സംവരണം ഇല്ലാതെ ആക്കിയാലേ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് പറയുന്നത് അതൊരു പിടിവാശിയാണ്. ആ പിടിവാശിക്കാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നിന്നുകൊടുത്തത്. ആ പിടിവാശി നടപ്പിലാക്കാനാണ് രാഷ്ട്രീയ പാർട്ടി നിന്നുകൊടുത്തത്. ഇവിടെ സംഘപരിവാറിനെ സംബന്ധിച്ച്, RSSനെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായ ഒരു അജണ്ടയുണ്ട്. ബാബാ സാഹിബ് അംബേദ്കർ ഇന്ത്യയിൽ എന്തെല്ലാം കെട്ടിപ്പടുത്തോ അതിനെല്ലാം തകർത്തെറിയുക എന്നുള്ളത് RSSന്റെ വ്യക്തമായ അജണ്ടയാണ്. പക്ഷേ RSSനെ എതിർക്കുന്നു എന്ന് പറയുന്ന പാർട്ടിയാണ് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സുകാരും ഒക്കെ. അപ്പോൾ RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ BJP തയ്യാറായപ്പോൾ ആ BJPക്കൊപ്പം തോളോട് തോളുരുമ്പി നിൽക്കാനും അവരുടെ ആ ആശയം പൂർത്തീകരിക്കാനും ഈ CPM-കാരനും കോൺഗ്രസ്സുകാരും അവരെ സഹായിക്കാൻ തയ്യാറായി. പിന്നെ എവിടെയാണ് നിങ്ങൾ RSSനെ പ്രതിരോധിക്കുന്നത്? എവിടെയാണ് നിങ്ങൾ RSSനെ എതിർക്കുന്നു എന്ന് പറയുന്നത്? അപ്പോൾ നിങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്നത് ഒരു കാപട്യം മാത്രമാണ്. ആ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സംഘപരിവാറിൻ്റെ നയങ്ങൾക്കെതിരെ, സംഘപരിവാറിൻ്റെ ആ ഹിംസാത്മകമായ നയങ്ങൾക്കെതിരെ കീഴാള സമൂഹത്തിൻ്റെ മനസ്സിൽ ഉയർന്നു വരുന്ന വികാരങ്ങളെ അത് സംഘപരിവാറിനെതിരെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങളതിനെ സംഘടിപ്പിച്ച് നിങ്ങളുടെ കൊടിക്കീഴിൽ കൊണ്ടുവന്ന് അതിനെ സംഘപരിവാറിനെതിരെ വരാത്ത രീതിയിൽ ദുർബലപ്പെടുത്തി മയപ്പെടുത്തി വിടുന്ന സമീപനം നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മുഴുവനുണ്ട്. CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തനങ്ങളുണ്ട്. എത്ര ഉദാഹരണം നമുക്ക് പറയാൻ പറ്റും? കാരണം കേരളത്തിൽ CPM ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയപ്പോൾ ഇവിടുത്തെ മുന്നോക്ക വിഭാഗങ്ങളും മധ്യവർഗവും ഭൂമിക്ക് ഉടമകളായി മാറി. പക്ഷെ ദളിതുകൾ ഭൂമിക്ക് ഉടമകളായി മാറാൻ കഴിഞ്ഞില്ല. ആ ദളിതുകൾക്കിടയിൽ നമ്മൾ ഭൂമിക്ക് കിട്ടാതെ പോയ ദളിതർക്ക് അന്നാണ് ഭൂസമരം ഇവിടെ തുടക്കം കുറിക്കേണ്ടത്. അവിടെ ഞങ്ങൾക്ക് ഭൂമി കിട്ടിയില്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദളിതുകൾ അന്ന് ഭൂസമരത്തേക്ക് വരേണ്ടതാണ്. അവർക്കിടയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ KSKT എന്ന സംഘടന ഉണ്ടായിക്കൊണ്ട് ഇവിടെ തന്ത്രപരമായി കൂലി വർദ്ധവിൻ്റെ മുദ്രാവാക്യം ഉയർത്തി. നമുക്ക് കൂലി വർദ്ധനവ് വേണം, 8 മണിക്കൂർ ജോലി സമയം വേണം എന്ന് പറഞ്ഞുകൊണ്ട് വൈക്കത്തും അവർ നീണ്ടൂരും നിരടത്തും ഒക്കെയായി പലയിടത്തും ഒക്കെയായി അവർ ഒരുപാട് സമരങ്ങൾ നടത്തി. ആ സമരങ്ങൾ നടത്തി ഒരുപാട് രക്തസാക്ഷികളെ സൃഷ്ടിച്ചു. എന്നിട്ട് കൂലി കൂട്ടിക്കൊടുത്ത പാർട്ടി ഞങ്ങളാണ് എന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ചുകൊണ്ട് വീണ്ടും അവരുടെ രാഷ്ട്രീയ അടിമകളാക്കി മാറ്റുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ഭൂമിക്ക് വേണ്ടി ഉയർന്നവരുടെ സമരത്തെ വളരെ തന്ത്രപരമായി കൂലി എന്ന പ്രശ്നങ്ങളിലേക്ക് മാറ്റിവിട്ടു. അതുപോലെ തന്നെ ഇവിടെ ഓരോ പ്രശ്നങ്ങളും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ സംഭരണത്തെ തകർത്തുകൊണ്ട്, ആ സംഭരണ വ്യവസ്ഥയെ തകർത്തുകൊണ്ട് സാമ്പത്തിക സംവരണത്തെ ഉറപ്പറിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ മുന്നോക്ക വിഭാഗ സംഘടനകളുടെ ഈ പിടിവാശി, അവരുടെ ആ സങ്കുചിതമായ പിടിവാശിക്ക് ഈ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കൊടുക്കുക. ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും BJP-ക്കാരനും മാർക്സിസ്റ്റുകാരനും എല്ലാം ഒരേ, അവരുടെ ഘടകകക്ഷികൾ കേരള കോൺഗ്രസും എല്ലാം ഒരേ വികാരത്തോടെ ഒരുമിച്ച് നിൽക്കുക. എന്തിനേറെ ഞങ്ങളുടെ ഗുരുവാണ് അംബേദ്കർ എന്ന് പറയുന്ന ബഹുജൻ സമാജ് പാർട്ടി വരെ ആ നിർണായക ഘട്ടത്തിൽ അവരുടെ കൂടെ നിന്നു. അപ്പോൾ അത് ആ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അന്ന് വ്യക്തമായി രാഷ്ട്രീയ പാർട്ടി രണ്ട് ചേരി തിരിയുക. ഒന്ന് മുന്നോക്കക്കാരൻ്റെ പക്ഷത്താര്, ദളിതരുടെ പക്ഷത്താര്. അവിടെ ഇവിടുത്തെ പ്രബലമായ രാഷ്ട്രീയ പാർട്ടികളൊക്കെ മുന്നോക്കാരൻ്റെ പക്ഷത്താണെന്ന് വ്യക്തമായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി ഈ പിന്നോക്ക ദളിതർ കയറുന്ന ഈ രാഷ്ട്രീയ പാർട്ടികളെ രാഷ്ട്രീയമായി തന്നെ നേരിടാൻ ഇവിടുത്തെ പിന്നോക്ക വിഭാഗം തയ്യാറാകണം, ദളിത് സമൂഹം തയ്യാറാകണം. അതുകൊണ്ട് ദളിതൻ്റെ വോട്ടുമായിക്കൊണ്ടാണ് ഇവിടുത്തെ ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ ജയിച്ചു കയറുന്നത്. അതിൻ്റെ പിൻബലത്തിൽ ജയിച്ചു കയറിക്കൊണ്ടാണ് അവിടെ സീറ്റ് നിശ്ചയിക്കുമ്പോൾ അവിടെ ജയിക്കാൻ സാധ്യതയുള്ള മുഴുവൻ സ്ഥലത്തും ഒരു മുന്നോക്കാരെ സ്ഥാനാർത്ഥിയാക്കും. അവിടെ വിജയസാധ്യത എന്നാണ് അവർ പറയുന്ന വാക്ക്. അവിടെ എല്ലാം ഒരു മുന്നോക്കാരെ സ്ഥാനാർത്ഥിയാക്കും. എന്നിട്ട് അവിടെ എല്ലാം മുന്നോക്കാരൻ ജയിച്ചു കയറും. അവിടെ മുന്നോക്കാരൻ എന്നും നിയമസഭയിൽ ഭൂരിപക്ഷമാണ്. ആ മുന്നോക്കാരൻ അവിടെ പോയി മുന്നോക്ക വിഭാഗ താല്പര്യം നടത്താൻ വേണ്ടി ശ്രമിക്കുക. അവൻ്റെ മുന്നിലേക്കാണ് നമ്മുടെ പ്രശ്നങ്ങളുമായി നമ്മൾ കടന്നിരുന്നത്. അത് പരിഗണിക്കാൻ പോലും അവൻ തയ്യാറാകില്ല. അതുകൊണ്ട് അവരെ അത്തരം ആളുകളെ, ആ മുന്നോക്ക വിഭാഗ താല്പര്യമുള്ള ആളുകളെ, ആ മുന്നോക്ക ദളിതർ കയറി നിൽക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികളെ തെരഞ്ഞെടുപ്പിൻ്റെ വേദിയിൽ തന്നെ പരാജയപ്പെടുത്താൻ ദളിതുകൾ തയ്യാറാവണം. അതുകൊണ്ട് തങ്ങൾ ചെയ്യുന്ന വോട്ടവകാശം ഇവിടുത്തെ കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ BJP-ക്കാരനോ വാങ്ങിത്തന്നല്ല,
മറിച്ച് ഇന്ത്യയിലെ ഹിന്ദുത്വവാദികളോട് പോരാടിക്കൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡോട് കണക്ക് പറഞ്ഞ് ബാബാ സാഹിബ് അംബേദ്കർ പിടിച്ചു വാങ്ങിയതാണ്. ആ വോട്ടവകാശം വിനിയോഗിക്കുമ്പോൾ അംബേദ്കറുടെ മനസ്സിൽ മുഹമ്മദ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അംബേദ്കറുടെ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആ വോട്ടവകാശം വിനിയോഗിക്കുന്നത് ബാബാ സാഹിബ് അംബേദ്കറുടെ സ്വപ്നങ്ങളെ സഫലമാക്കാൻ വേണ്ടിയാകണം. അതുകൊണ്ട് നാളുകളിൽ ഇവിടെ നടക്കാനുമോ തെരഞ്ഞെടുപ്പുകളിൽ ഇവിടുത്തെ സവർണ്ണ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, ദളിതന്റെ പ്രശ്നങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ടിന്റെ ഭാഷയിൽ മറുപടി കൊടുക്കാൻ കേരളത്തിലെ ദളിത് സമൂഹം തയ്യാറാകുന്നത് എന്നോ അവിടെയാണ് നമ്മുടെ വിജയത്തിന് തുടക്കം ആരംഭിക്കുന്നത്, നമ്മുടെ മുന്നേറ്റത്തിന് തുടക്കം ആരംഭിക്കുന്നത്. അതുകൊണ്ട് അത്തരം ഒരു പോരാട്ടത്തിന്റെ പാതയിലേക്ക് ഇറങ്ങി നിൽക്കാൻ മുഴുവൻ ദളിത് സഹോദരങ്ങളോടും ഇന്ത്യൻ ദളിത് ഫെഡറേഷന് വേണ്ടി ഞാൻ വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഭീം.